അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു സംഭവം പുത്തൂരിലാണ് നടന്നത്. വാർത്താമാധ്യമങ്ങളിലൊക്കെ നാം കേട്ടു. ഒരു സംഭവം എത്രത്തോളം എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾ സ്കൂളുകൾ അതുപോലെ കോളേജുകൾ പോകുന്ന സഹോദരിമാർ, ഈ ഒരു സംഭവം എത്രത്തോളം മനസ്സിനെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ, നാം ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഓരോ പെൺമക്കൾക്കൊരു പാഠമാണ്. നോക്കൂ, ഈ കൃഷ്ണറാവ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ സ്നേഹം നടിച്ചുകൊണ്ട്, പാവം ആ പെൺകുട്ടി ഇത് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് എന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞതുപോലെ അനുസരിച്ചു. ഒരിക്കലും എൻ്റെ സഹോദരിമാർ 10ാം ക്ലാസ്സിൽ തന്നെ ഇത് തുടങ്ങിയിരുന്നു ഇവരുടെ സ്നേഹം എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ഇന്ന് പറയുന്ന ഒരു വാക്ക് എത്രത്തോളം, ഞാൻ ജയിലിൽ കഴിഞ്ഞാലും ശരി ആ കുട്ടിയുടെ ഉപ്പയാകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ സ്നേഹം എന്തായിരുന്നു? അവളെ കീഴ്പ്പെടുത്തുക, അവളെ ശരീരത്തെ ആസ്വദിക്കുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല എന്നല്ലേ. എന്ത് സ്നേഹമായാലും, എത്ര സ്നേഹിക്കുന്ന എത്ര ആളായാലും എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ശരീരമെന്നുള്ളത്, പെൺകുട്ടികളുടെ ശരീരമെന്നുള്ളത് പവിത്രമാണ്, അത് പരിശുദ്ധമാണ്. ആ ശരീരത്തെ ഒരിക്കലും കലങ്കപ്പെടുത്താൻ ഒരാളെയും അനുവദിച്ചു കൂടരുത്. അതുകൊണ്ടാണ് മദ്രസയിലൊക്കെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത്, സ്കൂളിൽ പോകുമ്പോഴേക്ക് ഒതു എടുത്തു കൊണ്ടുപോകണം. കാരണം ഒതു ദായിമയാക്കണം. അതിന് തന്നെ ഒരു പാഠമുണ്ട്. മുഅ്മിനീങ്ങളല്ലാതെ ഒതുവിനെ ദായിമയാക്കൂല. ഒതു മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അന്യപുരുഷന്മാർ തൊലി തമ്മിൽ ചേരൽ എന്നുള്ളത്. ചേരുമ്പോൾ ആ പവിത്രമായ ഒതു നഷ്ടപ്പെട്ടു പോകുന്നു എന്ന്. കാരണം ഈ സ്നേഹം പ്രകടനം അവൾ വിശ്വസിച്ചു. അവൻ ചോദിക്കുന്നതെല്ലാം നൽകി. എന്നിട്ടൊരു കുട്ടിയായി. എന്നിട്ടോ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം അവളോട് കാണിച്ചത് ആത്മാർത്ഥതയായിരുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും ശരീരം പങ്കിടാൻ പറയില്ല. അവളെക്കാൾ അവനാണ് അവളുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണുന്നത്. എത്രയോ സഹോദരിമാർ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ പങ്കിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ട എത്ര സംഭവങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിലാകട്ടെ ശരീരം പങ്കിടുന്നത് പോയിട്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെപ്പോലും നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഇന്ന് കല്യാണത്തിൻ്റെ മറ്റും പേരിൽ എല്ലാ നിഷിദ്ധങ്ങളാണ് നടക്കുന്നത്. അള്ളാഹു വിലക്കിയ ഒരു കാര്യം, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അതിനെ ഗൗരവത്തിൽ എടുത്ത് അത് നാം വർജിക്കുകയാണെങ്കിൽ, നമുക്ക് വിവാഹം പ്രായമെത്തുമ്പോൾ ഏറ്റവും സ്നേഹം നൽകുന്ന അള്ളാഹുവിന് വേണ്ടി നാം വർജിച്ചാൽ അങ്ങനെയാണ്. അള്ളാഹുക്ക് വേണ്ടി എന്തൊന്ന് വർജിച്ചു നോക്ക്, അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചു നോക്ക്. ഒരാളിങ്ങോട്ട് സ്നേഹം പ്രകടനമായി വരുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അവനെ ഉപേക്ഷിക്കുക. കാരണം പരിശുദ്ധ ദീനിൽ ഹറാമാണല്ലോ നിക്കാഹിൻ്റെ മുമ്പ് അങ്ങനെ ഒരു സ്നേഹം. കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ പോലും നോക്കൽ ഹറാമാണ്. ഇനി തെറ്റി അങ്ങനെ നോക്കിയാൽ കണ്ണടക്കണമെന്നാണ് പരിശുദ്ധ ദീൻ പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ ജീവിതം സഹോദരിമാരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് പകരം അള്ളാഹു അത്ഭുതകരമായ ദാമ്പത്യ ജീവിതം നമുക്ക് ഉറപ്പായി തന്നിരിക്കും. എത്ര സംഭവങ്ങൾ പറയാനുണ്ടല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാമിനൊരു ഒട്ടകം ഉണ്ടായിരുന്നു. വളരെ കുതിച്ചോടുന്ന ഒട്ടകമായിരുന്നു. വളരെ സ്പീഡോട് കൂടി ഓടുന്ന ഒട്ടകമായിരുന്നു. അതേ സുലൈമാൻ നബിക്ക് നിസ്കാരത്തിന് തൊട്ട് വലിയ ഒരു ഭംഗം വരുത്തിയപ്പോൾ ആ ഒട്ടകം അള്ളാഹുവിനെ തൊട്ടത് എൻ്റെ സ്മരണ തിരിച്ചു എന്നുള്ള ദേഷ്യത്തോട് ഒട്ടകത്തിന് ഒരു അടി കൊടുത്തു. ഒട്ടകം അവിടെ ചത്തു വീഴുന്നു. ഒട്ടകം ചത്തു വീണപ്പോൾ
സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹ്ക്ക് വേണ്ടി ആ ഒട്ടകത്തെ കൊന്നതല്ല, ദേഷ്യത്തോടു കൂടി അടിച്ചത് ചത്തുപോയി. അതിന് പകരം അള്ളാഹു കൊടുത്ത വാഹനം, അള്ളാഹു കൊടുത്ത മറാക്കിബ്, അള്ളാഹു കൊടുത്ത വാഹനം എന്തായിരുന്നു? അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതിന് പകരം സുലൈമാൻ നബിക്ക് ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത ഒരു വാഹനമാണ്. സുലൈമാൻ നബിൻ്റെ വാഹനമായിരുന്നു ഒട്ടകം, വളരെ സ്പീഡിൽ കുതിച്ചു പോകുന്ന ഒട്ടകമായിരുന്നു. അതിന് പകരം സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്തത് കാറ്റുണ്ടല്ലോ, അതിനെ ഒരു വാഹനമായി കൊടുത്തു. ഒരു വിരിപ്പ് വെച്ചതിൽ ഇരുന്നാൽ മതി, എവിടേക്ക് വേണോ ഉദ്ദേശം അവിടേക്ക് എത്തിക്കും കാറ്റായിരുന്നു അതിന് പകരം അള്ളാഹു കൊടുത്തത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് സുലൈഖ വിളിച്ചു, ഹൈത്തലക്കലെ യൂസുഫ്, ആരുമില്ല. ആരാണ്? രാജാവിൻ്റെ പത്നിയാണ്. യൂസുഫാണെങ്കിൽ അടിമയാണ്. അള്ളാഹ്ക്ക് വേണ്ടി സുലൈഖാനെ ഒഴിവാക്കി. അള്ളാഹ് വീണ്ടും യൂസുഫ് നബി അലൈഹി സ്വലാമിന് പകരം കൊടുത്തത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയപ്പോൾ യൂസുഫ് 12 വർഷം ജയിൽ താമസിക്കേണ്ടി വന്നു. വിശാലമായ സംഭവമാണ്. അതിന് പകരമായി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു കൊടുത്തത് സുലൈഖയെ കൊടുത്തെന്ന് മാത്രമല്ല, ആ രാജ്യം മൊത്തം യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹു യൂസുഫ് നബി അലൈഹി സ്വലാമിനിക്ക് മടക്കി കൊടുത്തു. അള്ളാഹുവിന് വേണ്ടി സുലൈഖയെ മാത്രം ഒഴിവാക്കി, അതിന് പകരമായി ആ രാജ്യം മൊത്തം സുലൈഖ എല്ലാം കൊടുത്തു. ആ സമയത്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാമിനിക്ക് 40 പുരുഷന്മാരുടെ വികാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട പെൺമക്കൾ, ഒരിക്കലും അത്രത്തുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കും. നിങ്ങൾക്ക് അത്രത്തുള്ള ബന്ധമുണ്ടെങ്കിൽ ഇന്ന് നിർത്ത്. അസ്തഗ്ഫിറുല്ലാഹ് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്, എനിക്ക് വേണ്ട ഈ ബന്ധം. നീ ഇന്നൊരു തീരുമാനം അള്ളാഹ്ക്ക് വേണ്ടി എടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, നിൻ്റെ പ്രായം പൂർത്തിയെത്തുമ്പോൾ അള്ളാഹ് നിനക്ക് നൽകുന്ന ഒരു ദാമ്പത്യ ജീവിതമുണ്ട്. ആസ്വദിച്ച് തീരില്ല, അത്രക്കും നല്ല ആസ്വാദ്യകരമായ ദാമ്പത്യ ജീവിതം നൽകും. നീ അതല്ലാതെ നീ സ്വന്തം തീരുമാനിച്ചു കൊണ്ട് ഒരു ഭർത്താവിനെ ഏറ്റെടുത്താൽ ഇതാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കൃഷ്ണറാവിൻ്റെ കൂടെ പോയി അല്ലേ വഞ്ചിച്ചപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ദുഃഖം, എത്രത്തോളം പ്രയാസമുണ്ട്. ആ പാവം പെൺകുട്ടി വിശ്വസിച്ചു അല്ലേ, വിശ്വസിച്ചിട്ടാണ് കൂടെ പോയത്. ഇപ്പോൾ ഒരു കുഞ്ഞുടെ ഉമ്മയായി. ഒരു ഭാഗത്ത് അല്ലേ, ഏതായാലും പുറത്തൊക്കെ കേൾക്കുമ്പോൾ ആ കുടുംബത്തിനൊരു വല്ലാത്ത വേദനയല്ലേ, ഒരു കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ വേദന ഒരു ഭാഗത്ത് കുഞ്ഞ്, ഒരു ഭാഗത്ത് അവളെനിക്ക് വേണ്ട, ഞാൻ ജയിലറയിൽ കഴിഞ്ഞാൽ പോലും അവളെ സ്വീകരിക്കില്ല എന്നുള്ള ഒരു വാക്ക് എത്രത്തോളം മനസ്സിന് വേദന ഉണ്ടാക്കും അല്ലേ. ഇങ്ങനെ പറയുന്നു, സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിട്ടുണ്ടാകൂല. അത്ര കണ്ട് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ശരീരത്തെ സമർപ്പിച്ചത്, ഇല്ലെങ്കിൽ ഒരിക്കലും സമർപ്പിക്കൂലല്ലോ. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്ന വാക്ക് ജയിലറയിൽ പോയി. ഇത് എത്ര ചെറിയ പ്രശ്നമാണ്, പെട്ടെന്ന് തീരാവുന്നത്. അവളെ ഒന്ന് ഏറ്റെടുത്താൽ അതോടുകൂടി പ്രശ്നം തീർന്നു, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. എന്നാരും ഏറ്റെടുക്കൂലെന്ന അവൾ പാവം വിശ്വസിച്ച് എല്ലാം സമർപ്പിച്ചിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ശരീരം പങ്കിടാൻ ആര് പറയുന്നുണ്ടോ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയല്ല, വഞ്ചിക്കുകയാണ് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണം. സ്കൂൾ, അതുപോലെ മദ്രസ, ഇവിടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സ്നേഹം എല്ലാം തോന്നും. അതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുക വേണ്ട നമുക്ക്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നാം ഹറാമിലൂടെ അത് തുടങ്ങി, ഇനി വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹം സന്തോഷത്തിൽ കഴിയാൻ സാധ്യമല്ല. ഹറാമിൽ തുടക്കം കുറിച്ചത് ഒരിക്കലും സന്തോഷത്തിൽ അത് പൂർത്തിയാവുക. എത്ര സംഭവങ്ങളുണ്ടാവും. നിങ്ങളുടെ മുമ്പിൽ പലരും ഇങ്ങനെ വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ച് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വലിയ സന്തോഷത്തിൽ, അതൊരു നാടകം മാത്രമാണ്, അതൊരു നാടകീയ മാത്രമാണ്. അവരുടെ വീട്ടിൽ പോയാൽ അറിയാം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, ഇത് ഗൗരവത്തിൽ കാണുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യം അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് അള്ളാഹുക്ക് നന്ദി ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെൺമക്കളൊക്കെ ആ അനുഗ്രഹത്തെ അള്ളാഹുവിന് നന്ദിയുള്ളവരായിക്കൊണ്ട് നാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി ആ ശരീരം നാം സമർപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അതിന് പകരം നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും അള്ളാഹു നൽകുന്ന ജീവിതം. നമ്മുടെ ഹിന്ദു സഹോദരിമാർ എല്ലാവരും ഇത് ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതാണ്. ഇതൊരു വലിയ പാഠമാണ് എന്നാണ്. കാരണം വല്ലാണ്ട് വേദനിപ്പിച്ചതാണ്. ജയിലറയിൽ പോയി എനിക്ക് അവൾ വേണ്ട എന്ന് പറയുമ്പോൾ ആ മനസ്സുണ്ടാകുന്ന ദുഃഖം, ഇനി അവൻ വിവാഹം കഴിഞ്ഞാൽ പോലും
ആ ഒരു വാക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായി മാറൂലേ അവൾക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.